ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചതിന് എന്തെങ്കിലും പ്രസന്റേഷൻ അയച്ചു കൊടുക്കാമെന്ന് അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഉഴപ്പനെ കൊണ്ട് ക്ലാസ് വാങ്ങിപ്പിച്ചതിന് സത്യത്തിൽ ചേച്ചിക്കാ പ്രസന്റ് തരണ്ട്. കാണ്ടിട്ട് നോക്ക് സാറേ. ഹായ്, നല്ല മുഴക്കം. കിണ്ണത്തിൽ ഈർക്കിൽ വെച്ച് കൊട്ടുന്ന പോലുണ്ട്. പെണ്ണ് അപ്പുറം, ഞാന് ഇപ്പുറം. ഞങ്ങള് രണ്ടുപേരുടെ ഇടയില് ദാണ്ടെ ഇതുപോലെ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്ന ഞാന് അങ്ങ് അയ്യേന്നായിപ്പോയി. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്രപ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്നോട്ടോ അങ്ങനെ പറയാനൊക്കുവോ? പെണ്ണിന്റെ ഒരവയവം കാണിച്ചു തരാം അമ്മാവൻ. അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത്രേ. പെണ്ണിന്റെ അവയവം കാണണം അമ്മാവന്റെ ഒരു ചോദ്യം. ഞാനിങ്ങനെ ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമേന്ദ്രൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമേന്ദ്രൻ പറഞ്ഞ മറുപടി രാമായണത്തിലുണ്ട്. നിൻ ശരീരം താങ്ങി നിൽക്കും രണ്ടു കാലുകൾ കണ്ടാൽ പോരും, അങ്ങനെ മൗലേ നിന്റെ സൗന്ദര്യം ഞാൻ ഗ്രഹിച്ചിടാം. അത് ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നത്തെ അത് പോലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. രതിയെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇത് രതിയല്ല കേട്ടോ. അല്ല, ആമ്പിള്ളയുടെയും പെമ്പിള്ളയുടെയും വേഷം കണ്ട അവര് തിരിച്ചറിയാനൊക്കത്തില്ല. ഇവനെ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള പയ്യന്. ഇനിയിപ്പം ഇവളെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവളെ പെറ്റ് കിടക്കുക. മോളെ രതി, ദേ അവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ഒന്ന് വന്നേ. എടി, എന്നെ കാണാനല്ല, നിന്നെ കാണാനാ. വേഗം വാ. കൊടപ്പറന്നവൻ അത്ര വലിയ തൃപ്തി പോരാ. നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമായി. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനം ഒക്കെ ഇല്ലേ? അതുണ്ട്. എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, അതങ്ങ് നടത്തിക്കളയാം.
അവര് കാണാമെന്നതിന് എന്നോടാണോ പിണങ്ങുന്നത്? അതിന് ഞാനാണോ ഉത്തരവാദി? അല്ലെങ്കിൽ എങ്ങനെ അയാളുടെ മുന്നിൽ പോയത്? പോയെന്ന് വെച്ച് ഇനിയിപ്പൊ കല്യാണം, അത് കഴിയുമ്പോഴും ചോദിക്കാമല്ലോ ഞാനാണ് ഉത്തരവാദി എന്ന്. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ? ആയിക്കാണും. നിങ്ങൾക്കാരെ ഇഷ്ടമായോ? ആരെ? ആ ആളിനെ. പിന്നെന്തിനാ ആ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറയൂ, ഇല്ലേ? അയ്യോ, എടി, ഇനി നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിയാലേ പോകാനല്ലേ പറഞ്ഞത്? എന്താ ചേച്ചി, എന്താ ഇത്? മോനോട് ചോദിക്ക്. എന്താടാ എടാ, എന്താന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നീ ഒന്ന് ഒച്ച വയ്ക്കാതെ നാരായണി, നാട്ടുകാരറിഞ്ഞാൽ നിന്റെ മോക്കേണ്ട ദൂഷ്യം. കണ്ടോ, എന്റെ മോക്ക് തന്നെയാണ് ദൂഷ്യം. അവള് നിങ്ങളുടെ ആരും അല്ലല്ലോ. എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു. വേലും കഴിവില്ലാത്ത വർത്താനം പറയാൻ നാരായണി. എന്റെ മനസ്സിന്റെ വേദന ഉടപ്പുറന്നവന് മനസ്സിലാകത്തില്ല. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവക്ക് ഉടപ്പുറന്നവനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഉടപ്പുറന്നവനൊന്ന് ഉത്സാഹിച്ചെങ്കിലേ അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ പറ്റും. എന്റെ ഉത്സാഹക്കുറവ് ഉണ്ടാണെന്ന് ആര് പറഞ്ഞു? ഇവിടെ വന്ന് പയ്യനെ നിനക്ക് ബോധിച്ചോ? ബോധിച്ചു. എന്നാ നാളെ തന്നെ സമ്മതം തള്ളിത്തരാം. ആരെയും കുറവില്ലാത്ത ഭർത്താവിനും പറഞ്ഞ് സ്വയം മാറ്റോ നാരായണി. എങ്ങോട്ടാണ് ഒരുങ്ങി ചമഞ്ഞ്? വെറുതെ പുറത്തേക്ക്. ഇപ്പൊ പുറത്തേക്ക് അകത്തേക്കൊന്നും പോകണ്ട, പോയൊക്കെ നോക്കാം മതി. ഇനി പുറത്തേക്കെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി പിടിക്കും. ബാക്കിയുള്ളവരുടെ നാണം മാനം കെടുത്താനുണ്ടായ സന്താനം. ചേച്ചി എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? ചേച്ചിയുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവനെ ഇങ്ങനെ ധ്യാനിക്കരുതെന്ന്? ഇപ്പൊ അനുഭവിച്ചോ? പുറത്തേക്ക് ഇറങ്ങാൻ നടക്കുന്നു. മതി മതി, ഈ വീട്ടിന്റെ മുറ്റത്തുള്ള കളിയും തമാശയൊക്കെ മതി. പോവള്ളാരെ അവിടുന്ന്, പോരാടുന്നു. നിന്നെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലടാ. ഈ കുഞ്ഞുങ്ങളോടാണോ നാരായണി നില ശൗര്യം? ഇവരെ വഴക്ക് പറയാൻ നിനക്ക് എന്താ അധികാരം? അല്ല, എന്താ അധികാരം? ഞാൻ പിന്നെ എന്ത് വേണം? മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ചെറുക്കൻ കോളേജിൽ പോകും. അതിനിടയിൽ നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോയാൽ അടിച്ച് നിന്റെ കർണക്കുറ്റി ഞാൻ പൊട്ടിച്ചത്.